നമസ്തേ, നമസ്കാരം. പിട്ടാപ്പിൾ ഏജൻസീസ് ജനസഭയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴക്കിൻ്റെ വെനീസിലാണ് ജനസഭ ഇന്ന് ചേരുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ജനഹിതം അറിയാനാണ് ജനം TV ഇന്ന് ഇവിടെ ഈ നഗരമധ്യത്തിൽ തന്നെ ജനസഭ സംഘടിപ്പിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി നാളെ പ്രഖ്യാപിക്കാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഗോദയിൽ ഇറങ്ങിക്കഴിഞ്ഞു. ശക്തമായ ബലപരീക്ഷണം ഈ മണ്ഡലത്തിൽ നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പൊതുചിത്രം നോക്കാം. സിറ്റിംഗ് MP ആയിട്ടുള്ള ഇടതുമുന്നണിയിലെ CPM നേതാവ് AM ആരിഫ്, അദ്ദേഹം വീണ്ടും ജനവിധി തേടുകയാണ്. അദ്ദേഹത്തെ നേരിടാനായി UDF ഇക്കുറി രംഗത്ത് ഇറക്കിയിരിക്കുന്നത് ആലപ്പുഴയുടെ മുൻ MP കൂടിയായ AICC ജനറൽ സെക്രട്ടറിയായ ശ്രീ KC വേണുഗോപാലാണ്. NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJPയുടെ നേതൃനിരയിലെ ശക്തമായ വനിതാ സാന്നിധ്യം ശോഭ സുരേന്ദ്രനാണ്. ശക്തമായ ത്രികോണ മത്സരത്തിന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം ഇക്കുറി സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച 3 മുന്നണികളുടെയും പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പക്ഷേ എങ്കിലും ഔപചാരികമായി പരിചയപ്പെടുത്തുകയാണ്. UDFൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിരിക്കുന്നത് DCC മുൻ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ശ്രീ AA ഷുക്കൂറാണ്. ശ്രീ ഷുക്കൂറിനെ സ്നേഹാദരങ്ങളോടെ ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് ഇന്ന് ഈ ജനസഭയിൽ എത്തിയിരിക്കുന്നത് DYFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, DYFIയുടെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ ശ്രീ R രാഹുലാണ്. രാഹുലിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. BJPയെ പ്രതിനിധീകരിച്ച് ഇവിടെ അതിഥിയായി എത്തിയിരിക്കുന്നത് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയായ ശ്രീ വിമൽ രവീന്ദ്രനാണ്. 3 അതിഥികളെയും ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ആലപ്പുഴ മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെയും ജനസഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഈ സംവാദം ആരംഭിക്കുന്ന ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ശ്രീ ഷുക്കൂറിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയുണ്ട് ആലപ്പുഴയിലെ കാറ്റ്? ആലപ്പുഴ തിരിച്ചു പിടിക്കുമോ? ആത്മവിശ്വാസമുണ്ടോ? തീർച്ചയായും, ഒരു സംശയവും അതിന് വേണ്ട. നമുക്ക് കഴിഞ്ഞകാല ചിത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പുള്ളത് എടുക്കുമ്പോൾ സിറ്റിംഗ് MP പരാജയപ്പെട്ട ചരിത്രം നമുക്കിടെ മുന്നാറുണ്ട്. ഒരു സിറ്റിംഗ് MP കൂടി ഇത്തവണ പരാജയപ്പെടുന്നു. അവിടെ ശ്രീ KC വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തെ ജയിക്കാൻ പോകും, ഒരു സംശയമില്ല. ഇത്രയും വലിയ വിശ്വാസം എന്ന് ചോദിച്ചാൽ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏതൊരു പ്രദേശത്ത് ചെന്നാലും ശ്രീ KC വേണുഗോപാൽ MLA ആയിരുന്ന ഘട്ടത്തിലെ, മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ 2 ടേമിൽ തുടർച്ചയായി പാർലമെൻറ്റ് അംഗമായിരുന്ന കാലഘട്ടങ്ങളിലെ ഒട്ടേറെ കാര്യങ്ങൾ വികസന പന്താവിൽ എഴുതി ചേർത്ത ഒട്ടേറെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. എന്തുമാത്രമല്ല, സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പൊതുപ്രവർത്തകൻ്റെ ഒരു ഇച്ഛാശക്തിയുള്ള പ്രവർത്തനമുണ്ട്. അതിപ്പോഴുമുണ്ട്, വർഷങ്ങളായി തുടരുന്നു. കരുതലുകൾ അല്ലെ കൂട്ടിച്ചേർക്കൽ, അവരുടെ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, നൊമ്പരങ്ങളിൽ ഓരോരുത്തരിലും തൻ്റേതായ പങ്ക് അത് നിർവഹിക്കാൻ, അതിന് ഇത്രയും ആത്മാർത്ഥതയും മനഃശുദ്ധിയോടും കൂടിയുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ സേവനം കേരളത്തിലെ, പ്രത്യേകിച്ച് ആലപ്പുഴയിലെ പ്രബുദ്ധരായ വോട്ടർമാർ മാറ്റിവെക്കപ്പെടുമോ? ഏതെല്ലാം രൂപത്തിൽ നമ്മുടെ ആലപ്പുഴ വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി മാറിയ ഒരു സ്ഥലമാണ്. ആലപ്പുഴയ്ക്കൊരു പുത്തൻ ഉത്തേജനം നൽകാൻ കഴിഞ്ഞത് ശ്രീ KC വേണുഗോപാലിൻ്റെ ഒരാശയമാണ്. ആ ആശയം എന്ന് പറയുന്നത് കായലോര, കടലോര, കനാൽ തീര വികസനമായിരുന്നു. അതതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിക്കാൻ, അതിനാവശ്യമായതിന് പദ്ധതികൾ കൊണ്ടുവരാൻ, ആ പദ്ധതികളുടെ തുടക്കക്കാരനായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, കയർ വ്യവസായം തകരുമ്പോഴും ആ കയർ വ്യവസായത്തിൽ നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളുമായി പട്ടിണിയിലേക്ക് പോയവർക്ക് ഒരു ജീവിതമാർഗമുണ്ടാക്കാൻ, ഒരു വലിയ ടൂറിസം ഡെസ്റ്റിനേഷൻ ആലപ്പുഴയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് KC വേണുഗോപാലിൻ്റെ പരിശ്രമങ്ങളാണ്.
അത് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്, UPA ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് ഒരു ടൂറിസം സർക്യൂട്ട് പ്രൊജക്റ്റ് ഉണ്ടാകുന്നത്. ആ ടൂറിസം സർക്യൂട്ട് പ്രൊജക്റ്റ് ഇന്ന് സംസ്ഥാനത്ത് വളരെ വലിയ ടൂറിസം വികസന സാധ്യതകളുണ്ടാക്കി. ആ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത് ഇടതുമുന്നണിയായിരുന്നു. പക്ഷേ അത് നിർത്തിക്കളയാൻ തയ്യാറായില്ല. UDF ഗവൺമെൻറ്റിന് ശേഷം 2006 LDF ഗവൺമെൻറ് അത് തുടർന്നു. 2011 അത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ കൃത്യമായി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. അതിൻ്റെ നല്ല കാര്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു. നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയാൽ വിദേശികൾ മാത്രമല്ല, സ്വദേശികളായ ആഭ്യന്തര ടൂറിസ്റ്റുകളുണ്ടല്ലോ. വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉത്തര ഇന്ത്യയിൽ നിന്ന് കടന്നു വരുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ടൂറിസ്റ്റുകൾ അവർ യാത്ര ചെയ്ത് വരുന്ന കാഴ്ച നമ്മുടെ മനസ്സിനെ തണുപ്പിക്കുന്നതാണ്. നമുക്കൊരുപാട് നൊമ്പരങ്ങൾ ഈ നഗരത്തിനും ഈ ജില്ലയ്ക്കും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിനും ഉണ്ട്. അതിനെയെല്ലാം മാറ്റപ്പെടാൻ ഒരളവ് വരെ അതിന് ആശ്വാസം നൽകാൻ കഴിഞ്ഞത് ഇന്ന് ആലപ്പുഴയിലെ ടൂറിസം തന്നെയാണ്. അവിടെ പാവപ്പെട്ട തൊഴിലാളികളും അനുബന്ധ തൊഴിലാളികളായി ഈ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി അവരുടെ ഉപജീവന മാർഗം തേടിയിരിക്കുന്നു. അതിന് കാരണക്കാരൻ അത് ആലപ്പുഴയ്ക്ക് സൃഷ്ടിച്ചത് ശ്രീ KC വേണുഗോപാലാണ്. ഓക്കെ, രാഹുൽ, ഷുക്കൂർക്ക പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മുഖം രക്ഷിച്ചത് ആലപ്പുഴക്കാരാ. അത് അടിച്ചുകൊണ്ട് പോകുന്നതാണ് പറയുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ അഭിമാനത്തോടെയാണ് സഖാവ് AM ആരിഫിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങളിവിടെ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം സഖാവ് AM ആരിഫിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴ പാർലമെൻറ്റിൽ നടത്തിയ ഓരോരോ വികസന പ്രവർത്തനങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ A. ഷുക്കൂർ ഇവിടെ KC വേണുഗോപാൽ MP ആയിരുന്ന സമയത്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷേ അന്നൊന്നും നടക്കാതിരുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയത് സഖാവ് AM ആരിഫാണ്. ആലപ്പുഴയുടെ ചിരകാല സ്വപ്നമായിരുന്നു ആലപ്പുഴ ബൈപ്പാസ്. ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമായത് 2021 2021 ജനുവരി മാസം 28 ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുന്നത്. 40 വർഷമായി ബൈപ്പാസ് മുടങ്ങിക്കിടക്കുകയായിരുന്നു. പല തെരഞ്ഞെടുപ്പ് വരുമ്പോഴും UDFൻ്റെ സ്ഥാനാർത്ഥി പറയും ബൈപ്പാസ് വരാൻ പോകുന്നു, ബൈപ്പാസ് വന്നില്ല. 2016 LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തീരുമാനിച്ചു ബൈപ്പാസ് ഏതു വിധേനയും ആലപ്പുഴയിൽ നടപ്പിലാക്കണം, അത് കൊണ്ടുവരണം. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു. കേന്ദ്ര സർക്കാരും ബൈപ്പാസിൻ്റെ പൂർണ്ണ പൈസ നൽകാൻ തയ്യാറായില്ല. സംസ്ഥാന സർക്കാർ പൈസ മുടക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് മുടക്കില്ല എന്ന് പറഞ്ഞു. 348 കോടി രൂപയാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ ചെലവ്. കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞു 378 കോടി രൂപയാണ് ബൈപ്പാസിൻ്റെ നിർമ്മാണ ചെലവ്. 174 കോടി രൂപ, 348ൻ്റെ പകുതി 174 കോടി രൂപ കേരള ഗവൺമെൻറ് ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിനായി മാറ്റിവെച്ചു. അതിനുശേഷം ബൈപ്പാസിൻ്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങി. റെയിൽവേയുടെ തടസ്സങ്ങൾ, മറ്റു തടസ്സങ്ങളെല്ലാം വന്നു. സഖാവ് AM ആരിഫ് വന്നതിന് ശേഷം 1.5 വർഷക്കാലമാണ് റെയിൽവേയുടെ തടസ്സം വന്നത്. ആ 1.5 വർഷക്കാലം കൊണ്ട് റെയിൽവേ തടസ്സങ്ങളെല്ലാം നീക്കി 2021 ജനുവരി 28 ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു. ബൈപ്പാസ് വരുമെന്ന് സ്വപ്നം കാണിക്കുകയല്ല ചെയ്തു, ബൈപ്പാസ് വന്നു, യാഥാർത്ഥ്യമായി. 25 കോടി രൂപ സർക്കാർ വീണ്ടും അനുവദിച്ചു ബൈപ്പാസിൻ്റെ ലൈറ്റിങ്ങും അതുപോലെ തന്നെ സിഗ്നൽ സംവിധാനവുമില്ല. അതാണ് ഒരു കാര്യം, ഞങ്ങൾ എടുത്തു പറയുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ പറഞ്ഞല്ലോ റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യം. ആലപ്പുഴയിലെ തീരദേശ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവഗണന നേരിട്ടിരുന്ന റെയിൽവേ മേഖലയാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ യാത്ര ചെയ്യുന്നവർക്ക് നന്നായിട്ടറിയാം, ട്രെയിനുകൾ മുഴുവൻ പോകുന്നത് കോട്ടയം വഴിയാണ്. ആലപ്പുഴ തീരദേശ റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാത ഇരട്ടിപ്പിക്കലാണ്. പാത ഇരട്ടിപ്പിക്കലിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ട്രെയിനുകളെല്ലാം പിടിച്ചിടുന്നു, സമയത്ത് യാത്ര ചെയ്യുന്നില്ല. ആ പാത ഇരട്ടിപ്പിക്കൽ യാഥാർത്ഥ്യമാക്കാൻ സഖാവ് AM ആരിഫ് ഇടപെട്ട് ഇപ്പോൾ 2260 കോടി രൂപ പാത ഇരട്ടിപ്പിക്കലിന് വേണ്ടി മാറ്റിവെപ്പിച്ചു. അത് സഖാവിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. റെയിൽവേ മന്ത്രിയെയും പലതവണ പോയി കണ്ട് പലതവണ നിവേദനം നൽകി പല ഇടപെടൽ നടത്തി, റെയിൽവേ യാത്ര നടത്തി, സമരം ചെയ്തു. അങ്ങനെ പാത ഇരട്ടിപ്പിക്കൽ ഇപ്പോൾ നടത്തി. അതുമാത്രമല്ല, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ, കായംകുളം റെയിൽവേ സ്റ്റേഷൻ 8 കോടി രൂപ വീതം നീക്കിവെച്ചിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പുനരുദ്ധാരണം, അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ചെന്നാൽ നമുക്ക് കാണാം. മറ്റ് ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ, ആലപ്പുഴ പാർലമെൻറ്റിലെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളാണ് മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷൻ, തിരുവിഴ റെയിൽവേ സ്റ്റേഷൻ. ഇങ്ങോട്ട് വന്നാൽ ചെറിയ ഒരുപാട്, കരുനാഗപ്പള്ളി വരെ ഒരുപാട് റെയിൽവേ സ്റ്റേഷനുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനുകളെ പ്ലാറ്റ്ഫോം
ഇപ്പോൾ മാരാരിക്കുളത്തൊക്കെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമായി. അതുപോലെ തന്നെ അവിടെ സ്റ്റെയർ പണിഞ്ഞുകൊണ്ടിരിക്കുക. ചെറിയ റെയിൽവേ സ്റ്റേഷനുകളാണ്. റെയിൽവേ മേഖലയിലെ ഇടപെടൽ വലിയ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നു. എല്ലാ സ്ഥലത്തും അതിൻ്റെ ഫണ്ട് നീക്കിവെക്കുന്നു. ആരോഗ്യ മേഖലയിൽ കൃത്യമായ ഇടപെടൽ സഖാവ് ആരിഫ് നടത്തി. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സഖാവ് MLA ആയിരുന്ന സ്ഥലത്ത് അരൂർ മണ്ഡലത്തിലെ ആശുപത്രികളുടെ സ്ഥിതി പരിശോധിച്ചാൽ നമുക്കറിയാം. തുറവൂർ താലൂക്ക് ആശുപത്രി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിന് സമാനമായി നല്ല വലിയ ആശുപത്രിയായി ഡയാലിസിസ് യൂണിറ്റ് ഉൾപ്പെടെ സഖാവ് ആരിഫ് മുൻകൈയെടുത്ത് കൊണ്ടുവന്നതാണ്. 20,000 പേരാണ്, 20,000 ഡയാലിസിസ് ആണ് ഇതുവരെ തുറവൂർ താലൂക്ക് ആശുപത്രി നടന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഇപ്പോൾ യാഥാർത്ഥ്യമായി ഉദ്ഘാടനം ചെയ്തു. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിന് 10 കോടി രൂപ അനുവദിപ്പിച്ചു സഖാവ് AM ആരിഫ്. വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നമ്മൾ കോവിഡ് വന്നപ്പോഴും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് പൂനെയിലാണ്. ഇവിടെ ഏത് വന്നാലും, എന്ത് രോഗം വന്നാലും, നിപ്പ വന്നാലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പോകേണ്ടത്. പക്ഷേ ഇവിടെ 10 കോടി രൂപ അനുവദിപ്പിച്ച് യാഥാർത്ഥ്യമാക്കി. മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ, മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് 57 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ കോളേജ് മറ്റ് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ഇവിടെ കേരള ഗവൺമെൻറ് 57 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെച്ചു. സഖാവ് AM ആരിഫിന്റെ നേതൃത്വത്തിൽ അതിനുവേണ്ടി ഫണ്ട് നീക്കിവെച്ചു. 8 സ്റ്റാഫിനെ പുതിയതായി തസ്തിക സൃഷ്ടിച്ച് നിയമിച്ചു. അതുപോലെ തന്നെ സ്വന്തം MP ഫണ്ടിൽ നിന്നും അതിനുവേണ്ടി അവിടെ ഫണ്ട് മാറ്റിവെച്ചു. 13 ആംബുലൻസുകൾ ആലപ്പുഴ ജില്ലയിലെ പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിതരണം ചെയ്തു. കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾ. മറ്റ് ഹൈമാസ് ലൈറ്റും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞത് എടുത്തു പറയാവുന്ന, കാണിക്കാവുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത്. ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ വോട്ട് ചോദിക്കുന്നത്. പിന്നെ പറഞ്ഞ വേറെ രണ്ട് മൂന്ന് കാര്യം കൂടി ഞങ്ങളിവിടെ പറഞ്ഞത്. എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇവിടെ KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ജനങ്ങളെല്ലാം വലിയ രൂപത്തിൽ ചർച്ച ചെയ്ത് KC വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം BJPയെ സഹായിക്കാനാണ്. അതിനു വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് തന്നെ. അത് ദേശീയമായിട്ട് കഴിഞ്ഞ തവണ KC വേണുഗോപാൽ മത്സരിച്ചില്ല, സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്, മറ്റു ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ രാജ്യസഭാ മെമ്പറായി വർഷങ്ങളോളം ഇനിയും ഇരിക്കുന്ന ആള് ഇവിടെ ഇപ്പോൾ പറഞ്ഞുകൊട്ടെ, ഇവർ പറയുന്നു അഥവാ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അഥവാ ജയിച്ചു പോയാൽ ആ സീറ്റ് BJPക്കാണ്. 4 രാജ്യസഭാ സീറ്റിൽ ആ 4 വ്യത്യാസമേ ഉള്ളൂ. രാജ്യസഭയിലും ലോക്സഭയിലും ഭൂരിപക്ഷം വന്നാൽ BJP എന്താണ് ചെയ്യാൻ പറ്റുന്നത്, എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. രാജ്യസഭയിൽ ഏകപക്ഷീയമായി ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കുറേയൊക്കെ പരിമിതിയിൽ നടക്കുന്നത്. ഏകപക്ഷീയമായി BJPക്ക് ഭൂരിപക്ഷം വന്നാൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ പൊളിച്ചെഴുതും. ഇതൊന്നും അറിയാത്തവരല്ല കോൺഗ്രസ്സുകാർ. പക്ഷേ BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി വന്നതിന് ശേഷം 9 മുഖ്യമന്ത്രിമാർ BJPയിലേക്ക് പോയി. അതുപോലെ തന്നെ 116 MP പോയി. അതുപോലെ 215 MLA പോയി. AICC മെമ്പർമാർ 13 പേര് BJPയിലേക്ക് പോയി. കേരളത്തിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ പോയില്ല എന്ന് വിചാരിച്ചു, പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഒഴുക്കാണ്. കോൺഗ്രസ്സുകാരെ BJPയിലേക്ക് കൊണ്ടുപോകുന്ന റിക്രൂട്ട്മെന്റ് ഏജന്റായി പ്രവർത്തിക്കുകയാണ്. ഞാൻ വേറൊന്നും പറയുന്നില്ല. ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ വിമർശിക്കരുത്. ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കേരളത്തിൽ അതാത് സംസ്ഥാനങ്ങളിലാണല്ലോ. അതാത് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ഇവിടെ മത്സരം നടക്കുന്നത് BJP ആയിട്ടല്ല, ഇവിടെ UDF LDF തമ്മിലാണ് മത്സരം. ഇന്ത്യ സഖ്യത്തിന് അങ്ങനെ ഉണ്ടായിരുന്ന ഈ രാഹുൽ ഗാന്ധി നേരെ വയനാട്ടിൽ, BJP പോലും ഇല്ലാത്ത വയനാട്ടിൽ വന്നാണ് മത്സരിക്കുന്നത്. ദേശീയ നേതാവ് KC വേണുഗോപാൽ ഇവിടെ BJPക്ക് ഒരു സ്വാധീനമില്ലാത്ത ആലപ്പുഴ വന്നാണ് മത്സരിക്കുന്നത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. യെസ്. അപ്പോൾ വിമലെ, രണ്ടുപേരുടെയും അവകാശവാദങ്ങൾ അല്ലേ താങ്കൾ കേട്ടല്ലോ. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രചരണം തുടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം, NDAയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിലെ തുടങ്ങിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ശോഭാ സുരേന്ദ്രനിലൂടെ അട്ടിമറി വിജയമാണോ BJP ആഗ്രഹിക്കുന്നത്, ലക്ഷ്യമിടുന്നത്? സാധാരണക്കാരുടെ ജീവനും ജീവിതത്തിനും വേണ്ടി കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി കേരളത്തിൻ്റെ പൊതു സമൂഹ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിട്ടുള്ള കരുത്തുറ്റ വനിതാ സാന്നിധ്യമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ദേശീയ ജനാധിപത്യ സഖ്യവും ആദരണീയ പ്രധാനമന്ത്രിയും ആലപ്പുഴയിലേക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രനെയാണ്. ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കറിയാം. ശോഭാ സുരേന്ദ്രൻ ഇതിനു മുമ്പ് മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഇടത് മുന്നണിയും വലത് മുന്നണിയും അമ്പരിപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്തിയ സ്ഥാനാർത്ഥിയാണ്. ആ കണക്ക് പറയുവാണെങ്കിൽ 2016 പാലക്കാട് നിയമസഭയിലേക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് കാലടറി എന്ന് പറയുമ്പോൾ അവിടെയും 2019 2021 കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ അവിടെ UDF LDFനെ സഹായിക്കുകയും അവിടെയും 2ാം സ്ഥാനത്ത് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ വരികയും
2016 2021 കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടം 2ാം സ്ഥാനത്ത് ദേശീയ ജനാധിപത്യ സഖ്യത്തെ എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമാണോ? 2014 പാലക്കാട് ലോകസഭയിലേക്ക് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് അവിടെ 60,000 മാത്രം വോട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 1.5 ലക്ഷം വോട്ടിലേക്ക് ഉയർത്തിയ സ്ഥാനാർത്ഥിയുടെ പേരാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. 2019 നമുക്കറിയാം, ഏവരും ഉറ്റുനോക്കിയ ഒരു മത്സരമായിരുന്നു ആറ്റിങ്ങലിൽ 3 ഇരട്ടി വോട്ടിന്റെ വർധനവ് നേടിയ സ്ഥാനാർത്ഥിയുടെ പേരാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ മണ്ണിൽ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന് പറയാൻ കാര്യം ഇവിടെ ഇവർ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയെ വ്യവസായത്തിന്റെ ശവപ്പറമ്പ് ആക്കി എന്ന് പറഞ്ഞു. ആരാക്കിയത്? ആലപ്പുഴയെ വ്യവസായത്തിന്റെ ശവപ്പറമ്പാക്കിയതിന് CPM കോൺഗ്രസിന് തുല്യ ഉത്തരവാദിത്തമല്ലേ? ആരായിരുന്നു ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? CPM കോൺഗ്രസും മാറി മാറി ഭരിച്ച മുന്നണി രാഷ്ട്രീയമല്ലേ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്? KC വേണുഗോപാൽ ആണെങ്കിലും ശ്രീമാൻ ആരിഫ് ആണെങ്കിലും അവർ MP ആയിരുന്നു, അവർ MLA ആയിരുന്നു. ശ്രീമാൻ KC വേണുഗോപാൽ മന്ത്രിയായിരുന്നു. എന്ത് പുരോഗമനം, എന്ത് വികസനമാണ് ആലപ്പുഴയ്ക്ക് ഉണ്ടാക്കിയതെന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് ഈ 2 പ്രതിനിധികൾ ചോദിക്കുകയാണ്. ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടില്ലെന്നുള്ള യാഥാർത്ഥ്യമാണ്. DYFയുടെ പ്രതിനിധി വാചാലനായി നരേന്ദ്രമോദിജി രാജ്യത്തെമ്പാടും നടത്തുന്ന വികസനം ആലപ്പുഴയ്ക്കും തന്നിട്ടുണ്ട്. അതിന്റെ കണക്ക് പറയുകയാണ് ഇവിടെ കുത്തിയിരുന്നത്. അതിന്റെ ഉളുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, അയാൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹൈമാസ് ലൈറ്റിന്റെയും വെയിറ്റ് ഷെഡിന്റെ കാര്യം. അത് മാത്രമാണ് ആരിഫ് ചെയ്തിട്ടുള്ളത്. ഹൈമാസ് ലൈറ്റ് ഇടാനും വെയിറ്റ് ഷെഡ് പണിയാനും മാത്രമാണ് MP എന്ന നിലയിൽ ആരിഫ് ആലപ്പുഴയിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി ചെയ്ത വികസനത്തെ കുറിച്ച് എന്തിനാണ് ഇവിടെ പറയുന്നത്? നരേന്ദ്രമോദിജി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി രാജ്യത്ത് എല്ലായിടത്തും നടത്തിയിട്ടുള്ള വികസനമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുംബൈയിലെ പനവേലി തുടങ്ങുന്ന ദേശീയപാത ആലപ്പുഴയുടെ കടന്നുപോയി അങ്ങ് കന്യാകുമാരിയിൽ അവസാനിക്കുമ്പോൾ ഈ കേരളത്തിലേക്ക് 1 ലക്ഷം കോടി രൂപയുടെ ദേശീയപാത വികസനമാണ് മോദിജി കൊടുത്തിട്ടുള്ളത്. അത് മാത്രമാണോ? ആലപ്പുഴ ബൈപ്പാസ് കൊണ്ടുവന്നത് UDF ആണെന്ന് പറയുന്നു, LDF ആണെന്ന് പറയുന്നു. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ ജനങ്ങൾ എത്രയോ കാലമായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നു. എത്ര കാലങ്ങളായിട്ട് പത്രമാധ്യമങ്ങളിൽ 4 പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്ത ആലപ്പുഴ ബൈപ്പാസ് മോദി വരേണ്ടി വന്നില്ലേ? നരേന്ദ്രമോദിജി വന്ന ശേഷമാണ് ആലപ്പുഴ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കിയത്. റെയിൽവേ ബന്ധപ്പെട്ട ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിവില്ലാത്ത MP ശ്രീമാൻ വേണുഗോപാലും ശ്രീമാൻ ആരിഫ് അടക്കമുള്ളവർ മോദിജി നേരിട്ട് ഇടപെട്ടു. അത് ഈ കേരളത്തിൽ മാത്രം, രാജ്യത്തെമ്പാടും മോദിജി ഇടപെട്ടു. ബൈപ്പാസ് ഇവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം മാഹി ബൈപ്പാസ് മോദിജി ഉദ്ഘാടനം ചെയ്തു, കൊല്ലം ബൈപ്പാസ് മോദിജി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊതുനിരത്തുകളുടെ വികസനം അത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിലാണ് നടക്കുന്നത്. ഞങ്ങൾ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യം ഈ നാട്ടിലെ സാധാരണക്കാരോട് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം മോദിയുടെ ഗ്യാരണ്ടിയിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. 8 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ ഗ്യാരണ്ടിയിൽ ഈ ഇലക്ഷനെ നേരിടാൻ ധൈര്യമുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? 2014 ഒടുവിൽ ശ്രീമാൻ മൻമോഹൻ സിംഗിന്റെ ഗ്യാരണ്ടിയിൽ തെരഞ്ഞെടുപ്പ് നേരിടാൻ ധൈര്യമുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം സുഹൃത്തെ, ഒരു കാര്യം പറയാം. ശ്രീമാൻ നരേന്ദ്രമോദിജി മൂന്നാമതും ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കാൻ പോകുന്നു എന്ന വിവരം നിങ്ങൾക്കറിയാം. അതെന്തുകൊണ്ടാണ്? ജനങ്ങളിൽ വിശ്വാസമുണ്ട്. ഞാൻ വലിയ വീരവാദം മുഴക്കുന്നുമല്ല, വലിയ ധൈര്യം പ്രകടിപ്പിക്കുന്നുമല്ല. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പ്രധാനമന്ത്രി നേടിയിട്ടുള്ള വിശ്വാസം 2014 നിന്ന് 19 എത്തിയപ്പോൾ അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം, BJPയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാട്, സബ്കേ സാത്ത് സബ്കേ വികാസ് സബ്കാ പ്രയാസ് സബ്കാ വിശ്വാസ്, എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം, അതാണ് മോദിജി ഉയർത്തിയത്. അതിന് ജനങ്ങൾ നൽകിയിട്ടുള്ള അംഗീകാരമാണ് 2019 തുടർച്ച. കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള എല്ലാ ദേശീയ സർവേകളും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. 400-ലധികം സീറ്റുകൾ നേടി വീണ്ടും ദേശീയ ജനാധിപത്യ സഖ്യം രാജ്യത്ത് അധികാരത്തിലെത്താൻ പോകുന്നു പറയുമ്പോൾ എത്രയാ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം? കോൺഗ്രസ് ഉണ്ടോ രാജ്യത്ത്? CPM ഉണ്ടോ രാജ്യത്ത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടോ ഈ രാജ്യത്ത്? ഇല്ല. ഇവർ തന്നെ പറഞ്ഞു കേരളത്തിൽ മാത്രമേ ഉള്ളൂ. 2 കൂട്ടരും കേരളത്തിൽ മാത്രമാണ്. CPMന്റെ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമാൻ രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുമ്പോൾ ഇനി ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള നാട്ടുകാരെ പറ്റിക്കാൻ പറ്റത്തില്ല. 2019 ചിലർ വിശ്വസിച്ചു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന്. അതുകൊണ്ടല്ലേ 19 സീറ്റ് UDF തന്നത്.
ഇത്തവണ അതും പറഞ്ഞുകൊണ്ട് ഒരു വീട്ടിൽ നിങ്ങൾ പോകണ്ട. കാരണം ആലപ്പുഴ ജില്ലയിലെ 15 ലക്ഷം വരുന്ന ഗുണഭോക്താക്കൾ നരേന്ദ്രമോദിയുടെ പദ്ധതിയുടെ ഗുണഭോക്താക്കളാണ്. ആ വീടുകളിൽ കൃത്യമായി നിലപാട് അവർ സ്വീകരിക്കും. അവരെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നോട്ട് ചെയ്യും. അതാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. യെസ്, വികസനം മുരടിപ്പ്, ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ 3 അതിഥികളും ഈ സംവാദം തുടങ്ങി വച്ചിരിക്കുന്നത്. ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മറ്റ് വിഷയങ്ങളൊന്നും പരാമർശിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും വോട്ടർമാർക്ക് അവരുടെ ചോദ്യങ്ങളിൽ അത് ഉന്നയിക്കാൻ സാധിക്കും. വോട്ടർമാരുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യ ഇടവേള ഉടൻ തിരിച്ചെത്താം. യെസ്, ഇക്കുറി ആലപ്പുഴയിൽ അതിമധുരം വിതറുന്നത് ആരാവും? നമുക്ക് വോട്ടർമാരുടെ ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം. യെസ്, പെട്ടെന്ന് ഞാൻ ഷുക്കൂർ സാറിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാൻ പോകുന്നത്, നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് KC വേണുഗോപാൽ കറപ്ഷൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെപ്പറ്റി എന്താ മറുപടി? രണ്ടാമത് പിന്നെ DYFI പ്രതിനിധിയോടാണ്. ഇവിടെ നിങ്ങൾ ജനസേവനം ചെയ്തു എന്നാണ് വലിയ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഈ ജനസേവനം പാർട്ടി ബേസിസ് ഇല്ലാതെ, പാർട്ടി ഭേദമില്ലാണ്ട് ഇത്രയും ജനസേവനം മോഡി ഗവൺമെൻറ് അല്ലേ ചെയ്തത്? നിങ്ങൾ ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല, പക്ഷേ ഇത്രയും ജനസേവനം കേരളത്തിൽ BJP ഇല്ലാണ്ട് ഇത്രയും ചെയ്തത് മോഡി ഗവൺമെൻറ് അല്ലേ? പിന്നെ BJP പ്രതിനിധിയോട് പറയാനുള്ളത്, ഈ എല്ലാവരെയും വലിച്ചു മാറി വേസ്റ്റ് മുഴുവൻ കൊണ്ടുവന്ന് നിറച്ചിട്ട് നല്ല ആളുകൾ മുഴുവൻ BJP നിന്നും പോകാനുള്ള സംവിധാനം നിങ്ങൾ ചെയ്യുമോ? അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. യെസ് 3 ചോദ്യങ്ങളാണ്. ആദ്യം ഷുക്കൂർജി. അപ്പോൾ ഇവിടെ മത്സരിക്കാൻ വേണ്ടി രംഗത്ത് വന്നിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി, NDAയുടെ സ്ഥാനാർത്ഥി, ഒരു ആരോപണം ഒരു ഇൻ്റർവ്യൂവിൽ വെക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് ഞങ്ങൾ നിയമ നടപടികൾക്ക് പോയിട്ടുണ്ട്. ആദ്യമായി തന്നെ ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇത് സംബന്ധിച്ച് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് FIR ഇട്ട് കേസെടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷെ ചില അന്തർധാരകൾ ഞങ്ങൾ കാണുകയാണ് ആ കാര്യത്തിൽ. CPM-ഉം BJPയും തമ്മിലുള്ള അന്തർധാരകൾ കാരണം സെക്ഷൻ 499 കട്ടുപിടിച്ചവരെ കുറിച്ച് പറയാം, വീണ വിജയനെ കുറിച്ച് പറയണമെന്ന് നിർബന്ധം സോണിക്കുള്ളത്. ഞാൻ പറയാം, വീണ വിജയനെയും പിണറായി വിജയനെയും അവരുടെ മക്കൾ വിദേശത്ത് സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം, ഞാൻ ഉറപ്പായിട്ട് പറയാം, ഞാൻ വിടില്ല, ഞാനത് ഒഴിവാക്കത്തില്ല. വീണ വിജയന്റെ സഹോദരൻ പിണറായിയുടെ മകൻ ദുബായിൽ ഉണ്ടാക്കുന്ന മാശും അല്ലെങ്കിൽ എന്താ പ്രസാദിയോ എന്ന് പറയുന്ന ആരെയും വിടില്ല. അല്ല, ഞാൻ പറയാം, ഞങ്ങളിത് നിയമപരമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്തതിൽ IPC സെക്ഷൻ 499 പ്രകാരവും 500 പ്രകാരവും നടപടി പോലീസ് എടുക്കേണ്ടതാണ്. എടുത്തിട്ടില്ല. എടുക്കാത്തത് നമ്മൾ മറ്റ് ഡിഫമേഷൻ കേസായിട്ട് വരും. പക്ഷെ അതിന്റെ ഒരു ക്രിമിനൽ സൈഡ് ഉണ്ട്. അതെല്ലാം ചെയ്യാം. അതിന് നിങ്ങളുടെ നിയമോപദേശം വേണ്ട. നിങ്ങളുടെ ആരുടെ നിയമോപദേശം വേണ്ട. ഞങ്ങളുടെ പ്രമുഖരായ അഭിഭാഷകർ, മുൻ മന്ത്രിമാരായിരുന്നവരും ഒക്കെ ഇപ്പൊ പലർക്കും കൊടുക്കുന്നുണ്ട് അഭിഭാഷകരൊന്നും വേണ്ട, നമ്മുടെ സാധാ വക്കീലന്മാരെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരുള്ള രാജ്യത്തെ ഏക പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അഭിമാനത്തോടുകൂടെ പറയുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങൾ ഏതായാലും ആ പ്രസാഡിയോയുടെ മുതലാളിയും നമ്മുടെ പിണറായി വിജയന്റെ മകളും കമ്മീഷന്റെ മുമ്പാകെയൊക്കെ പോയി അതിലെല്ലാം ഒന്ന് തെളിവ് കൊടുത്ത് അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കുക. ഞാൻ എണ്ണി അത് പറയാം. സോണി തോമസ് ഐസക്കിന്റെയും കൊള്ള അഴിമതി എല്ലാം ഞങ്ങൾ പറയാം. എല്ലാം പറയാം. ഒന്നും പറയാതെ ഞാൻ പോകില്ല. അതുകൊണ്ട് അത് സംബന്ധിച്ചുള്ള മറുപടി. രണ്ടാമത്തെ, ഇവർ രണ്ടുപേരും പറഞ്ഞതിൽ ചില വ്യത്യസ്തമായ കാര്യങ്ങൾ പറഞ്ഞത് ഒന്ന് പരാമർശിക്കാനുണ്ട്. അതിപ്പോൾ ചെയ്തോട്ടെ. അല്ല ഷുക്കൂർജി, ടൂറിസം വികസനത്തിൽ മാത്രം ഒതുങ്ങി നിന്നു. അല്ല, ഞാൻ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞില്ല. ബൈപ്പാസിന്റെ കാര്യവും പറയട്ടെ. അല്ല, പറഞ്ഞില്ല. അല്ല, പറയാം. പറയാത്തതിലുള്ള വിഷമം. അല്ലല്ല, പറയാത്തത് 2010 ഈ ബൈപ്പാസിന്റെ ആദ്യത്തെ പൈലിംഗ് പ്രവർത്തനം ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ
2010 പറയട്ടെ, എലിവേറ്റഡ് ഹൈവേ എന്ന ബൈപ്പാസ് അതിനു മുമ്പുണ്ടായിരുന്നില്ല. ഞാൻ പറയട്ടെ, 2010 BOT ആണ് ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചത്. BOT ആണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഞാൻ ആലപ്പുഴ മുനിസിപ്പൽ കൗൺസിലറായി 1988 മുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. അത് 2009 വരെ തുടർന്നു. അന്ന് ആലപ്പുഴ മുനിസിപ്പാലിറ്റി കടൽ തീരത്ത് കൂടി ബൈപ്പാസ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കർശന നിലപാടെടുത്ത മുന്നണിയാണ്. അത് UDF എടുത്തിട്ടുണ്ട്, LDF എടുത്തിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്ന BJP അംഗങ്ങളെ പിന്തുണച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാ? ആലപ്പുഴ കടപ്പുറത്തിന്റെ സൗന്ദര്യം നശിപ്പിച്ചുകൂടാ. അപ്പോൾ അതിനെന്താ പുതിയ ആശയം? പുതിയ ആശയം ആദ്യം വന്നത് നഗരത്തിന്റെ നടുക്കൂടെ കൊണ്ടുപോകാൻ സുപ്രീം കോർട്ട് ഒരു വെർഡിക്റ്റ് ഉണ്ട്. ഒരു തവണ ബൈപ്പാസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്ത് അതിൻ്റെ നടപടി ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റപ്പെടാൻ പാടില്ല. അപ്പോൾ എന്താ പുതിയ ആശയം? 2010 KC വേണുഗോപാൽ MP ആയിരിക്കുന്നു, അതിനു മുമ്പ് സംസ്ഥാന മന്ത്രിയായി. അനിൽ നമ്പ്യാർ അതിനകത്ത് ധൃതി പിടിക്കണ്ട, കൃത്യമായി ഞാൻ പറയാം. കേന്ദ്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം ആരായിരുന്നത്? ഞാൻ പറയാം, 2010 ആരംഭിക്കുന്നതിന് മുമ്പ് 2009 കേരള നിയമസഭയിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു അറിയിപ്പ് ഉണ്ടായി. അതെന്ന് പറഞ്ഞാൽ രാജ്യത്താദ്യമായി 50-50 പ്രൊജക്റ്റായി ആലപ്പുഴ ബൈപ്പാസ് അംഗീകരിക്കുകയാണ്. അതിനാവശ്യമായ പണം 50% കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം, 50% സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കണം. ഞാൻ അന്ന് നിയമസഭയിലുള്ള ആളാണ്. നിയമസഭയിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അത് പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൈയടിച്ച് സ്വീകരിക്കുകയാണ്. UP കൊണ്ടുവന്ന അതാണ് എലിവേറ്റഡ് ഹൈവേ. ആ എലിവേറ്റഡ് ഹൈവേക്ക് ആവശ്യമായ പണം 2011 വരെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തില്ല. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അതിന് ശേഷം കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. പണം കൈമാറിയിട്ടില്ല, പക്ഷെ പണം കൊടുത്തു. ടെൻഡർ നടപടിയുടെ പൂർണ്ണമായി ആദ്യത്തെ പൈലിംഗ് ആരംഭിക്കുന്നു. എലിവേറ്റഡ് ഹൈവേ ആകാശപാത നമ്മൾ നിർമ്മിക്കുന്നു. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ശ്രീ KC വേണുഗോപാലാണ്. അതിൽ അന്ന് MLA എന്ന നിലയിൽ പങ്കെടുത്തയാളാണ് ഞാൻ. തുടങ്ങി വെച്ച ഒരു പദ്ധതി പറയട്ടെ. എലിവേറ്റഡ് ഹൈവേ യാഥാർത്ഥ്യമായി. അതിന് ആ നരേന്ദ്രമോദിയോട് ഒരു നന്ദിയെങ്കിലും. നരേന്ദ്രമോദി സർക്കാർ ഇല്ല അല്ല, ഇപ്പൊ യാഥാർത്ഥ്യമാക്കിയത് നമ്മുടെ മെട്രോ ഉദ്ഘാടനം ചെയ്ത പോലെ പറയാനേ പറ്റുള്ളൂ. മെട്രോ ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. അപ്പോ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് നിതിൻ ഉമ്മൻചാണ്ടി എല്ലായിടത്തും പോയി കല്ലിട്ടിട്ടുണ്ട്. ആ കല്ലിടലാണ് ഈ പറഞ്ഞത്. കല്ല് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഏതായാലും 2 വർഷം കൊണ്ട് ബൈപ്പാസിന്റെ കല്ല് ഉപയോഗിക്കുന്നില്ല. ബൈപ്പാസ് ആലപ്പുഴ തീരത്ത് കുറെ സ്ഥലം ഏറ്റെടുത്ത് അവിടെ ഉണ്ടായിരുന്ന വീടുകൾക്ക് പകരം വീട് കൊടുത്തു, അവർക്ക് സ്ഥലം കൊടുത്തു. അങ്ങനെ ഒരുപാട് പരിശ്രമം നടത്തി, ഒരുപാട് തടസ്സങ്ങൾ നീക്കി ആ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയെടുത്ത് അത് നടപ്പിലാക്കാൻ അനേക വർഷം തൻ്റെ 10 വർഷക്കാലത്തെ MP എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ അതൊരു വലിയ മുതൽക്കൂട്ടായി മാറി. കേന്ദ്രമന്ത്രിയായിരുന്നു. അതിനു വേണ്ടി തന്നെ പണിയെടുത്തു. 85% പൂർത്തിയാകുന്നത് മാറിയതിനു ശേഷം MPയുടെ ഒരു പരിശ്രമവും ഇല്ല. കേന്ദ്ര പറഞ്ഞ കാര്യങ്ങൾ വെച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ പണം കൃത്യമായി ഉപയോഗിച്ചാണ് അത്. നിങ്ങൾ നോക്കൂ, ആലപ്പുഴ ബൈപ്പാസ് മാത്രമല്ല, കൊല്ലം ബൈപ്പാസും സമയബന്ധിതമായി ആലപ്പുഴ ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. എല്ലാത്തിന്റെ പിതൃത്വമൊന്നും വേണ്ട, ചെയ്ത കാര്യങ്ങളുടെ പിതൃത്വം തന്നേ തീരൂ. അത് ജനങ്ങൾ തന്നിട്ടുണ്ട്, ഇനിയും നൽകും, ഒരു സംശയം. രാഹുൽ, ആ ചോദ്യത്തിന് മറുപടി. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ 2-3 കാര്യങ്ങൾ. ഒന്ന്, ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ ചോദ്യം ചോദിച്ചതിൻ്റെയും അതുപോലെ ഇവർ സംസാരിച്ചതിൻ്റെയൊക്കെ ഒരേ കാര്യങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്. ഒന്ന്, വ്യവസായത്തിൻ്റെ ശവപ്പറമ്പാണ് ആലപ്പുഴ എന്നാണ് ഇവർ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഞാനിപ്പോൾ ഒരു ശവപ്പറമ്പ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ശവപ്പറമ്പ് കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ കേന്ദ്ര സർക്കാർ ശവപ്പറമ്പാക്കിയിരിക്കുന്ന BSNL ഓഫീസ്, ആലപ്പുഴ BSNL ഓഫീസ് അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഇവിടെ ആലപ്പുഴ BSNL ഓഫീസ്, ഇരുമ്പ് പാലത്തിനടുത്തുള്ള BSNL ഓഫീസ് കാനറ ബാങ്കിന്റെ ഓഫീസായി. പിന്നെ അമ്പലപ്പുഴ കച്ചേരിമുക്കിലെ BSNL ഓഫീസ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസായി വാടകയ്ക്ക് കൊടുത്തിട്ടാണ്. BSNL ഒന്നുമില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റുതൊലച്ച BJP-ക്കാരാണ് പറയുന്നത് ആലപ്പുഴ ശവപ്പറമ്പായി. നിങ്ങൾ എന്റെ കൂടെ വാ, ഇവിടെ KSDP ഉണ്ട്.
KSDP എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭകരമായി പ്രവർത്തിക്കുന്ന UDF ഭരിക്കുമ്പോ നഷ്ടത്തിലായി വിൽക്കാൻ തീരുമാനിച്ചാണ് KSDP. ആ KSDP ഇപ്പോ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മരുന്ന് ഉത്പാദിപ്പിക്കുന്ന സ്ഥാപനമായി KSDP മാറി. ഇവിടെ പിന്നെ തൊട്ടപ്പുറത്ത് ഇതേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഒരു കാര്യം കൂടെ നിങ്ങൾ കോമളപുരത്ത് ഇവിടെ തണ്ണീർമുക്ക റോഡിലൂടെ തണ്ണീർമുക്ക റോഡിലൂടെ പോയാൽ തണ്ണീർമുക്ക റോഡിലൂടെ പോയാൽ കോമളപുരം സ്പിന്നിംഗ് മില്ല് കാണാം. അവിടെ ഞങ്ങളെല്ലാം മാസങ്ങളോളം മാസങ്ങളോളം മുതിർന്ന ആളല്ലേ ഒന്ന് സംസാരിക്കാതിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞു കഴിഞ്ഞ് മറുപടി പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞപ്പോ കേട്ടോണ്ടിരിക്കുകയാണ്. 2006 മുതൽ 2011 വരെയുള്ള LDF ഗവൺമെന്റ് സഖാവ് TM തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ മിഷനറി വരെ വാങ്ങിവെച്ചു. അടുത്ത UDF ഗവൺമെന്റ് വന്നപ്പോൾ കറണ്ട് പോലും കൊടുക്കാതെ അടച്ചുപൂട്ടി. DYFയുടെ നേതൃത്വത്തിൽ മാസങ്ങളോളമാണ് റിലേ സത്യാഗ്രഹം ഇരുന്നത്. LDF ഗവൺമെന്റ് വന്നപ്പോൾ വീണ്ടും തുറന്നു പ്രവർത്തിച്ചു. അവിടെ പുതിയതായിട്ട് ആളുകളെ നിയമിച്ചു. ആ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ഒരു കാര്യം പക്ഷേ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് പ്രവർത്തിച്ചില്ല. 2011 വരെ ഐസക്കിന് അവിടെ വൈദ്യുതി കൊടുക്കാനായിട്ടാണ് ഞാൻ മറുപടി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ LDF സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എത്താത്ത ഏത് സ്ഥലമാണ് ആലപ്പുഴയിലുള്ളത്? ഞാൻ പറയാം. പറയട്ടെ. ഒന്ന്, ഞങ്ങൾ ഈ സഖാവ് AM ആരിഫിന്റെ കാര്യം എടുത്ത് പറയുമ്പോൾ തന്നെ ആലപ്പുഴ ടൗണിലൂടെ നടന്നാൽ ഏതെങ്കിലും റോഡ് മോശമായി കിടക്കുന്നുണ്ടോ? ആലപ്പുഴ കഴിഞ്ഞ LDF ഗവൺമെന്റ് കാലത്ത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് വൈറ്റ് ടാപ്പിംഗ് റോഡുകളാക്കിയത്. മികച്ച സംവിധാനങ്ങൾ. ഏത് കേന്ദ്ര ഫണ്ട്? കിഫ്ബി ഫണ്ടാണ്. കിഫ്ബി കേന്ദ്രമല്ല. പിന്നെ മറ്റൊരു കാര്യം, കൺഫ്യൂഷൻ അല്ല. കൃത്യമായ ഞാൻ ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞതുപോലെ കൃത്യമായി മുടക്കിയ പൈസ ഉൾപ്പെടെ പറഞ്ഞ റോഡുകളിലൊക്കെ വികസനം ആലപ്പുഴ മണ്ഡലത്തിൽ, അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഇവിടെ ഇതുവരെ കാണാത്ത വികസനം നടന്നു. നിങ്ങളത് ആലോചിച്ചാൽ മതി. വേറൊരു കാര്യം, ഇവിടെ BJPയുടെ നേതാവ് പറഞ്ഞല്ലോ ദേശീയപാത വികസനം. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്, K. സുരേന്ദ്രന്റെ. എന്താ? കേരളത്തിൽ ദേശീയപാത വികസനം നടപ്പിലായാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ അംഗീകരിക്കും എന്ന് K. സുരേന്ദ്രൻ പോസ്റ്റ് ഇട്ടത് ഇപ്പോഴും നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട്. അത് വെച്ചിട്ടാണ് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നു, ദേശീയപാത വികസനം വന്നു. ഇവിടെ സ്ഥലമെടുപ്പ് നടക്കുന്നില്ല. അതൊക്കെ നരേന്ദ്രമോദി. ഞാൻ പറയട്ടെ, ഇവിടെ നടക്കാത്ത ദേശീയപാത വികസനം നടക്കാത്തതിന്റെ കാര്യം എന്താ? ഒന്ന് പറയട്ടെ സുഹൃത്തേ, നിങ്ങൾ ഇടയ്ക്ക് സംസാരിക്കാം. പറഞ്ഞിട്ട് ഒന്ന് പറയാൻ അനുവദിക്കുക. ദേശീയപാത വികസനത്തിന് 5000 സ്ഥലമേറ്റെടുപ്പ് നടക്കുന്നില്ലായിരുന്നു. സ്ഥലമേറ്റെടുപ്പ് നടക്കാതിരുന്നപ്പോഴാണ് UDF ഇട്ടിട്ട് പോയത്. LDF ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുക്കും. അതാണ് K. സുരേന്ദ്രന്റെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. സ്ഥലമേറ്റെടുപ്പ് വിജയിച്ച് ഇത് നടന്നാൽ ഇത് തടസ്സപ്പെടുത്താൻ ഇവരെല്ലാം വന്നു. കീഴാറ്റൂരിൽ ഉൾപ്പെടെ BJP നേതാക്കന്മാർ നന്ദിഗ്രാമിൽ നിന്ന് മണ്ണും കൊണ്ടുവന്നു. എന്നിട്ടും നടന്നില്ല. ഇപ്പോഴേ അടുത്ത വർഷം ഇത് പൂർത്തിയാകുന്നു. 5800 കോടി രൂപ സ്ഥലമേറ്റെടുപ്പിന് കേരളത്തിലെ ഗവൺമെന്റ് നീക്കിവെച്ചു. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ 5800 കോടി രൂപ സ്ഥലമേറ്റെടുപ്പിന് മാറ്റിവെച്ചു. നിങ്ങൾക്ക് ഒരു സാമാന്യ ബോധമുണ്ടോ? മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തതാണ്. മാധ്യമപ്രവർത്തകരല്ലേ? എന്റെ കൂടെ വാ. സ്ഥലമേറ്റെടുപ്പിന് വേണ്ടി മാറ്റിവെച്ചു. കേരളത്തെ പുനരുദ്ധരിപ്പിക്കാൻ മോദി ഭയങ്കര കാര്യമാണല്ലോ. കേരളത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ സാമ്പത്തികമായി തകർക്കാൻ ഇപ്പൊ മോദിയുടെ വികസനം പറഞ്ഞല്ലോ. ഇന്ന് രാവിലെ മോദിയുടെ വികസനം പത്രങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിൽ എത്രയാ മേടിച്ച? 6060 കോടി രൂപ അഴിമതിയാണ്. 6060 കോടി രൂപ അക്കൗണ്ടിലൂടെ കോർപ്പറേറ്റുകളുടെ ഇന്ന് മേടിച്ചിരിക്കുകയാണ്. അതിലൊറ്റ കാര്യം ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. രാഹുലിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. രാഹുൽ അതിലൊരു കാര്യം ചോദിക്കാനുണ്ട്. സാന്റിയാഗോ മാർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഇത്
കൊടുത്തിരിക്കുന്നത്. ആ മാർട്ടിനുമായിട്ട് കൊടുത്തത്. മാർട്ടിനുമായിട്ട് ബന്ധമുള്ള പാർട്ടികൾ കേരളത്തിൽ ഞാനൊരു കാര്യം പറയാം. ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ വരുന്നുണ്ടല്ലോ. അതെ, ആരാണ് ഇത് തടയണമെന്ന് പറഞ്ഞ് കോടതി പോയത്? CPIM ആണ്. ആരാണ് ഇതിന്റെ പൈസ വാങ്ങില്ലെന്ന് പറഞ്ഞത്? CPIM ആണ്. ഈ പൈസ വാങ്ങാതിരിക്കാൻ SBIയിൽ അക്കൗണ്ട് തുറക്കാത്ത ഏക രാഷ്ട്രീയ പാർട്ടി CPIM ആണ്. ഇവിടെ CPIM കൊടുത്ത ഇവിടെ പൈസ കൊടുത്തതിന്റെ കണക്ക് ഞാൻ ഇവിടെ വായിക്കാം. ഇവിടെ ഓരോ പാർട്ടിയും കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പറഞ്ഞ കോൺഗ്രസ് മേടിച്ചിട്ടുണ്ട് 1400 കോടി രൂപ കോൺഗ്രസ് മേടിച്ചിട്ടുണ്ട്. ഇവിടെ CPIM മാത്രമേ മേടിക്കാതുള്ളൂ. ഇത് അഴിമതി പണാണ്. ഇതാണ് അഴിമതി. ഈ കോർപ്പറേറ്റുകൾക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് അവർ അക്കൗണ്ടിലേക്ക് പൈസ അതിന്റെ കണക്ക് വെളിപ്പെടുത്തുന്നില്ല. അത് വെളിപ്പെടുത്താൻ സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നു. സുപ്രീം കോടതി പറഞ്ഞിട്ടല്ല ഇപ്പൊ വെളിപ്പെടുത്തിയത്. വിമലിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നേ, അതുകൂടെ. തെരഞ്ഞെടുപ്പിന്റെ സാമ്പത്തിക സമാഹരണത്തിന് സുതാര്യമായ സംവിധാനം വേണമെന്നാണ് BJP ആഗ്രഹിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള സംവിധാനത്തിൽ BJPക്ക് മാത്രമാണോ തെരഞ്ഞെടുപ്പിന് ഫണ്ട് കിട്ടിയിട്ടുള്ളത്? കോൺഗ്രസ്, ഞാൻ പറയട്ടെ, തൃണമൂൽ കോൺഗ്രസിനും കോൺഗ്രസിന് ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 1600 കോടി രൂപ കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടിൽ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമല്ലോ, DMKയുടെ ഫണ്ടിൽ 25 കോടി CPM കൊടുത്തു കേരളത്തിലേക്ക്. നിങ്ങൾ മറുപടി പറയണം. ആ CPM-യുടെ ജനങ്ങളുടെ ഇടയ്ക്ക് പോയാൽ CPM-ന് പൈസ കിട്ടും. ജനങ്ങളുടെ ഇടയിൽ പോയി ജനങ്ങളുടെ പൈസയാണ് CPM വാങ്ങുന്നത്. ഞങ്ങൾ രസീത് എഴുതി ബക്കറ്റ് പിരിവ് നടത്തി സാധാരണക്കാരന്റെ പൈസ ഉപയോഗിച്ചാണ്. കോർപ്പറേറ്റുകളുടെ പൈസയല്ല. ഞങ്ങൾക്ക് അക്കൗണ്ട് വേണ്ടി ഞങ്ങളുടെ പാർട്ടിയാണ് സുപ്രീം കോടതി പോയത്. കേസ് നടത്തിയത് മനസ്സിലായില്ലേ? കോടി രൂപ വാങ്ങിയത് മറുപടി പറയും. CPM കൊടുത്തു. കോടി രൂപ മറുപടി അതിനൊരു മറുപടി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമാണ് ഇന്ന് BJP, ഭാരതീയ ജനതാ പാർട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഈ ഭാരതത്തിന്റെ അഖണ്ഡതയെ, ഈ ഭാരതത്തിന്റെ ദേശീയതയെ നെഞ്ചോട് ചേർക്കുന്ന ഏതൊരു പൗരനും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുക. CPM-നാണെങ്കിലും കോൺഗ്രസിനാണെങ്കിലും എല്ലാ പാർട്ടിയിലെയും ഭാരതത്തിന്റെ ദേശീയത അംഗീകരിക്കുന്ന ഏതൊരു പൗരനും ഭാരതീയ ജനതാ പാർട്ടി ചേരാൻ തയ്യാറാകണം. അവരെ സ്വാഗതം ചെയ്യുകയാണ്. ചർച്ച എന്തായാലും ആലപ്പുഴ ജനസഭയിൽ ചർച്ച ചൂടുപിടിച്ചിരിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. വോട്ടർമാർ അക്ഷമരായി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇടവേള കൂടി ഉടൻ തിരിച്ചെത്താം.